أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 1-2 ഖുതുബകളിൽ നാം ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത്. ഹുബ്ബുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത്. സാധാരണഗതിയിൽ നമ്മൾ വ്യാപകമായി ഈ മാസം ഉപയോഗിക്കുന്നതാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത്. പ്രവാചകനെ സ്നേഹിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അള്ളാഹുവിനോടുള്ള, പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്വഭാവത്തിൽ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാക തുഅമ്മൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. യഥാർത്ഥത്തിൽ ഒരാൾ വിശ്വാസത്തിൻ്റെ രുചി ആസ്വദിക്കുക, അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും കൊള്ള തൃപ്തിപ്പെടുമ്പോഴാണ്. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് നമുക്കത് ആസ്വദിക്കാൻ കഴിയുക, നമുക്ക് അള്ളാഹുവിനെ കൊള്ള തൃപ്തിപ്പെടാൻ പറ്റുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊള്ള തൃപ്തിപ്പെടാൻ പറ്റുമ്പോഴാണ്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ പകർന്നു തന്ന ദീനുൽ ഇസ്ലാമിനെ കൊള്ളെ നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയുമ്പോഴാണ്. പക്ഷേ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടുമുള്ള സ്നേഹം സാധാരണ നാം മറ്റു പലരോടും മറ്റു പലതിനോടും വെച്ച് പുലർത്തുന്ന സ്നേഹം പോലെയല്ല. നാം മറ്റു പലരോടും മറ്റു പലതിനോടും വെച്ച് പുലർത്തുന്ന സ്നേഹത്തെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാവുക എന്ന് പറയുന്നത്. അത് സിമ്പിളല്ല. നമ്മൾ വിതരണം ചെയ്യുന്ന മധുര പലഹാരം വിതരണം ചെയ്യുന്ന അത്ര സിമ്പിളല്ല. അതിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് മുമ്പാകെ ഉയർത്തുന്ന വളരെ സുപ്രധാനമായ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ സ്വന്തത്തേക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, നാം ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ, അതിനേക്കാൾ അള്ളാഹിൻ്റെ റസൂലിനെ നാം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രവാചകനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നതിനർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും മുഅ്മിനീങ്ങളാവുകയില്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ. ആരേക്കാൾ? നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ. വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നവനാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വിശ്വാസത്തിൻ്റെ രുചി ആസ്വദിച്ചവനാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹും അവൻ്റെ റസൂലും മറ്റുള്ളവരെക്കാൾ അവന് വേണ്ടപ്പെട്ടവരാവുകയാണ്. അള്ളാഹും അവൻ്റെ പ്രവാചകനും മറ്റുള്ളവരെക്കാൾ അവൻ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മറ്റുള്ളവരെക്കാൾ, മറ്റുള്ള എല്ലാറ്റിനേക്കാളും, മാതാപിതാക്കളെക്കാളും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു ജനവിഭാഗങ്ങളെക്കാളുമെല്ലാം, കുട്ടികളെക്കാളുമെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നവനാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്ന് പറയുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ല അൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അങ്ങയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പക്ഷേ ഞാൻ അതിലപ്പുറം എന്നെയും ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്,
വല്ലാഹി യാ ഉമർ ലൻ തുഅ്മിൻ, മുഅ്മിനാവാൻ കഴിയില്ല ഉമറേ. ആരാണ് പറയുന്നതും ആരോടാണ് പറയുന്നതും എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, വല്ലാഹി ലൻ തുഅ്മിൻ യാ ഉമർ, ഉമറെ അങ്ങനെ നിനക്ക് മുഅ്മിനാവുക കഴിയില്ല. അതിനുശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിന്നേക്കാൾ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടാകുമ്പോഴാണ് നീ മുഅ്മിനാവുക എന്നുള്ളതാണ്. എനിക്ക് എന്നേക്കാൾ എൻ്റെ ഹബീബായ റസൂലിനോട് ഇഷ്ടമുണ്ടാകണം. എനിക്കെൻ്റെ ഭാര്യയേക്കാൾ എൻ്റെ ഹബീബായ റസൂലിനോട് ഇഷ്ടമുണ്ടാകണം. എനിക്കെൻ്റെ മാതാപിതാക്കളെക്കാൾ എൻ്റെ ഹബീബായ റസൂലിനോട് ഇഷ്ടമുണ്ടാകണം. നമുക്കറിയാം, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പലപ്പോഴും നമ്മളെ കണ്ണുകളെ ഈറനണിയിക്കുന്ന അനുഭവങ്ങൾ ആ സ്നേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പകരുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നുണ്ട്. ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. മറ്റെല്ലാവരോടും പൊയ്ക്കോളാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, സിദ്ദീഖ് താങ്കൾ പോകരുത് എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞ പോലെ പിന്നീടൊരിക്കൽ സിദ്ദീഖുൽ അക്ബർ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹിൻ്റെ കൂടെ പോയാൽ മതി, നമുക്ക് ഒരുമിച്ചാണ് യാത്ര സിദ്ദീഖുൽ അക്ബർ എന്നാണ്. ആ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്, യാത്ര പോകുമ്പോൾ ഹിജ്റയാണ്. ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി ഓടി നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലൂടെ കുറേ നടക്കും സിദ്ദീഖുൽ അക്ബർ, പിന്നെ പിന്നിലൂടെ നടക്കും. ഏതു ഭാഗത്താണ് എൻ്റെ റസൂലിനെ ഏതെങ്കിലും അർത്ഥത്തിൽ പരിക്ക് വന്നു ചേരുക എന്ന ഭയമാണ്. അവസാനം സൗർ എന്ന ഗുഹയിൽ അവർ തങ്ങുന്നുണ്ട്. തങ്ങാൻ നേരത്ത് ആ മലമുകളിൽ കയറി ആ ഗുഹാമുഖത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, റസൂൽ അങ്ങ് ഇവിടെ നിൽക്കണം, ഞാനൊന്ന് അകത്ത് കയറി നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാൻ്റെ റസൂലിനല്ല എനിക്കാണ് ആദ്യം കിട്ടേണ്ടത്. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പുറപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ പരിക്കേറ്റ യുദ്ധമാണല്ലോ ഉഹദ് യുദ്ധം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതിലുണ്ട്. ആ യുദ്ധത്തിലാണ് യഥാർത്ഥത്തിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകന് തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ജീവൻ കൊണ്ട് പ്രതിരോധം തീർക്കുന്നത്. ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹ യുദ്ധത്തിൻ്റെ ഏതോ പിന്നണിയിൽ സാധാരണഗതിയിൽ ആളുകൾക്ക് വെള്ളം കൊടുക്കുക, പരിചരിക്കുക എന്ന ജോലിയാണ് സ്ത്രീകൾക്കൊരു യുദ്ധമുഖത്തുണ്ടാകാറുള്ളത്. യുദ്ധത്തിൻ്റെ ഏറ്റവും പിന്നണിയിലാണ് അവരുണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂൽ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ വധിക്കപ്പെട്ടതിൽ ശത്രുക്കൾ അത്യാഹ്ലാദം പ്രകടിച്ചപ്പോൾ ആ യുദ്ധത്തിൻ്റെ പിൻനിരയിൽ നിന്ന് തൻ്റെ വെള്ളപ്പാത്രവുമെല്ലാം വലിച്ചെറിഞ്ഞ് ഓടി വരുന്നൊരു മഹദിയുണ്ട്. ആ മഹദി ഉമ്മു അമ്മാറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണു, പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ മുറിവ് പറ്റി, പ്രവാചകന്റെ പല്ല്, അതുപോലെ തന്നെ ഒരുപാട് പരിക്ക് പ്രവാചകന് സംഭവിച്ചു. ഒരു വേള പിന്നീട് ആളുകൾ കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ പ്രതിരോധം തീർക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ഉമ്മു അമ്മാറയുണ്ട്. പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീർത്ത ഒരുപാട് അമ്പുകൾ സ്വന്തം വിരുമാറിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഉമ്മു അമ്മാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിരോധം തീർക്കുന്നത്. ഇതിൻ്റെ പേരാണ് പ്രവാചക സ്നേഹം. സ്വന്തം ജീവനേക്കാൾ തൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവും അങ്ങനെ തന്നെയാണ്. നെഞ്ചു വിരിച്ചു മുമ്പിൽ നിൽക്കാൻ, ആ മാറിൽ ഒരുപാട് അമ്പ് കൊണ്ടിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നഹരി ദൂന നഹരിക വനഫ്സി ദൂന നഫ്സിക, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയേക്കാൾ ഞാൻ എന്നെ ബലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ ശരീരത്തെക്കാൾ എൻ്റെ ശരീരത്തെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സൗത്തു അബീ തൽഹ ഫിൽ ജയ്ഷി ഖൈറു മിൻ മിഅത്തി റജുൽ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കുറിച്ച് വേറെയും റസൂൽ പറയുന്നുണ്ട്, അബൂ തൽഹ സ്വർഗത്തിലാണ്. ഞാൻ പറയുന്നത്, ജീവൻ കൊടുത്തുകൊണ്ടാണ് അവർ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടക്കുന്നതിൻ്റെ ഘട്ടത്തിലാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ബനൂ നദീർ ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ ഓടി വരുന്നത്. യുദ്ധം കഴിഞ്ഞു, യുദ്ധത്തിൽ പ്രവാചകൻ വധിക്കപ്പെട്ടിരിക്കുന്നു, മുസ്ലിങ്ങൾക്ക് ഒരുപാട് പരിക്ക് പറ്റിയിരിക്കുന്നു. ആ സ്ത്രീയെക്കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ കേട്ടതാണ്. ആ സ്ത്രീ ഓടി വരുമ്പോൾ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, അങ്ങയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, അവരത് കേൾക്കുന്നുണ്ട്,
അവർ ഇന്നാലില്ല അള്ളാഹുവിലേക്കുള്ള യാത്രയെക്കുറിച്ച് അവർ പ്രതികരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഈ യുദ്ധത്തിൽ. അതും കഴിഞ്ഞ് അവർ ഓടുക തന്നെയാണ്. അവർ യുദ്ധം നടന്ന ദിശയിലേക്കാണ് അവരുടെ ഓട്ടം. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചാണ് അവരുടെ അന്വേഷണം. അത് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നത്, അങ്ങയുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷിയായിട്ടുണ്ട്. ക്ഷമിക്കണം, രക്തസാക്ഷിയായിട്ടുണ്ട്. ഉപ്പ രക്തസാക്ഷിയായിട്ടുണ്ട്, ഭർത്താവ് രക്തസാക്ഷിയായിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരൻ രക്തസാക്ഷിയായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ചോദിക്കുന്നുണ്ട്, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിന് എന്താണ് പറ്റിയത്? അള്ളാഹുവിൻ്റെ റസൂലിന് എന്താണ് പറ്റിയത്? യാത്രയിൽ തൻ്റെ ഭർത്താവ് ഷഹീദായി, തൻ്റെ സഹോദരൻ ഷഹീദായി, അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഷഹീദായി. അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെയൊക്കെ മേലെയാണ്. അതിൻ്റെ പേരാണ് വിശ്വാസം, അവൻ്റെ പേരാണ് വിശ്വാസി. അവരുടെയൊക്കെ മേലെയാണ് എന്നതൊരു പ്രസ്താവനയല്ല, അതൊരു ജീവിതമാണ്. അങ്ങനെ അവർ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഖാലു ഖൈറൻ യാ ഉമ്മ ഫുലാൻ, അല്ലയോ സ്ത്രീ മഹദി, അള്ളാഹിൻ്റെ റസൂലിന് ഖൈറാൻ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അറൂനീഹത്താൽ ഇലൈഹി, എനിക്ക് റസൂലിനൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് അള്ളാഹിൻ്റെ റസൂലിനൊന്ന് കാണിച്ചു തരാമോ? റസൂൽ വധിക്കപ്പെട്ടു എന്ന് കേട്ടിട്ടാണ് അവർ ഇറങ്ങി ഓടിയത്. ആ ഘട്ടത്തിൽ ഫാശാറു ലഹാ ഇലൈഹി, അവർ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ഇദാ റഅതുഹു, അവർ റസൂലിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, അങ്ങക്ക് ശേഷം അങ്ങുണ്ടായിരിക്കെ മറ്റെല്ലാ പരീക്ഷണങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറികടക്കാവുന്നതാണ്, മഹത്തരമാണ്. അങ്ങില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആ ഘട്ടത്തിൽ അതിനോടങ്ങനെ പ്രതികരിക്കുന്നത്, അതാണ് പ്രവാചകനോടുള്ള മുഹബ്ബത്ത്. നിങ്ങൾക്കറിയാലോ, റജീഹ് സംഭവത്തെ തുടർന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു ദനസ്സ റളിയല്ലാഹു അൻഹുവിനെയും പിടികൂടുന്നുണ്ട്. പിടികൂടിയിട്ട് അവരെ വധിക്കാനാണ് അബൂ സുഫിയാൻ തീരുമാനമെടുത്തത്. അങ്ങനെ സയ്യിദിനെ വധിക്കാൻ വേണ്ടി ബന്ധനസ്ഥനാക്കി വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. സയ്യിദിനെയും ഖുബൈബിനെയും വധിക്കാനാണ് തീരുമാനം. ആ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിലേക്ക് വിട്ടയക്കുകയും നിന്റെ സ്ഥാനത്ത് മുഹമ്മദിന്റെ തലയെടുക്കുകയും ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? നിനക്ക് പോകാം ചെയ്തേ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ ഈ തൽസ്ഥാനത്ത് വെച്ച് നിന്റെ ജീവിതവും ജീവനും നിനക്ക് സേഫാക്കി തരുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻകാന യസ്റുഹു, ഇഷ്ടപ്പെടുമോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. യസ്റുഹു അയ്യകൂന നബിയ്യ മുഹമ്മദ് ഇൻദഹു ഫി മക്ക വഹും യദ്രിബൂന ഉനഖഹു, മക്കയിൽ മുഹമ്മദിനെ കൊണ്ടുവന്ന് നിന്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ തലയെടുക്കാം, നിന്നെ വെറുതെ വിടാൻ നിന്റെ വീട്ടിലേക്ക്. ആ ഘട്ടത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ സ്വതന്ത്രനാക്കുന്നതിന് റസൂലുള്ളാഹിന്റെ തലയെടുക്കുന്നത് മതിയാകുമോ എന്ന് ചോദിച്ചല്ലോ. എൻ്റെ തലയെടുത്താലും അതിന് പകരം എൻ്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് സയ്യിദ് അബൂ സുഫിയാനോട് പറയാൻ. അതൻ വലൗ ബി ഷൗക്കത്തിൻ ഫീ ഖദമിഹി, റസൂലുള്ളാഹിന്റെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല. ഖുബൈബും സമാനമായ പ്രതികരണം നടത്തിയപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞത്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ലോകത്ത് ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ അതിനോട് പ്രതികരിക്കുകയാണ്. അതാണ് ഹുബ്ബുർ റസൂൽ. എല്ലാറ്റിനും മുകളിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള മനസ്സ്. പ്രിയമുള്ളവരെ, ഹുദൈബിയ സന്ധി നിങ്ങൾക്കറിയാലോ. മക്കത്തേക്ക് അള്ളാഹിന്റെ റസൂൽ തൻ്റെ അനുചരന്മാരുമായി ഷഹാദ് അഥവാ അറുക്കാനുള്ള ബലിമൃഗത്തെ വരെ ഉൾപ്പെടുത്തി റസൂലുള്ള കഅബാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ തടയുന്നതാണ്. സംഭാഷണങ്ങൾ നടക്കുകയാണ്. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഓരോരുത്തരായി സംഭാഷണത്തിന് വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സംഭാഷണത്തിന് വരുന്നത് ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ആളാണ്, ഖുറൈശികളുടെ നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്. ഉർവത്ത് വന്നു, എന്നിട്ട് ഖുറൈശികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തോട് സംസാരിച്ചു. എന്നിട്ട് അയാൾ തിരിച്ചു ചെന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പോയിട്ടുണ്ട്. കിസ്റയുടെ കോട്ടയിൽ ഞാൻ പോയിട്ടുണ്ട്, റോമാ സാമ്രാജ്യത്വത്തിന്റെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്, നജാഷിയുടെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്,
പക്ഷേ മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ആ അർത്ഥത്തിലാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹുബ്ബ് റസൂൽ എളുപ്പമല്ല, എനിക്ക് എളുപ്പമല്ല, നിങ്ങൾക്ക് എളുപ്പമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഗ്രഹങ്ങളുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ ദൗർബല്യമാണ്, എൻ്റെ കുടുംബം എൻ്റെ ദൗർബല്യമാണ്, എൻ്റെ സമ്പത്ത് എൻ്റെ ദൗർബല്യമാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനൊക്കെ ശേഷം എൻ്റെ റസൂലിനോടുള്ള ഒരു മുഹബ്ബത്തും എൻ്റെ കൂടെയുണ്ട്. അങ്ങനെയുള്ള ഒരാൾ വിശ്വാസിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് സിമ്പിൾ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ദൗർബല്യമായി ഭൂമി ലോകത്ത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങൾക്കെല്ലാം മീതെ റബ്ബിനെയും റസൂലിനെയും മുഹബ്ബത്തോടുകൂടി ഇഷ്ടപ്പെടാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നതാണ്. അതിൻ്റെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന നിലപാടിൻ്റെ പേരാണ് ഹുബ്ബുർ റസൂൽ. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ജീവിതം മാറും. നിങ്ങൾ കേട്ടിട്ടില്ലേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹിന്റെ റസൂല് സിദ്ദീഖുൽ അക്ബർ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് വിമോചിപ്പിച്ച ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായപ്പോ ബിലാലിന് ബാങ്ക് വിളിക്കാൻ പറ്റുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹിന്റെ റസൂലിന്റെ പേര് പറയുമ്പോ ബിലാലിന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ബിലാൽ സിദ്ദീഖുൽ അക്ബറിനെ സമീപിച്ചിട്ട് പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വിടുതൽ തരണം. ഞാൻ അവസാനം വരെ ഷഹാദത്ത് വരിക്കും വരെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലായിടത്തും റസൂലിന്റെ കൂടെ, താങ്കളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എനിക്കിനി വിടുതൽ തരണം. ആ ഘട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ ബിലാൽ, ഞങ്ങൾക്ക് പിന്നെ ബാങ്ക് വിളിക്കാൻ ആരാണുള്ളത്? ബിലാലിന്റെ ബാങ്കുലി ആ ജനതയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ ആരാണുള്ളത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ല. വീണ്ടും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിർബന്ധിക്കുമ്പോ മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങനെ മോചിപ്പിച്ചത് സ്വാർത്ഥതയുടെ പേരിലാണോ, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടാണോ? അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടു. അങ്ങാണ് എന്നെ മോചിപ്പിച്ചത് എന്നതിന്റെ ബലത്തിലാണോ അങ്ങ് എന്നോട് നിർബന്ധിക്കുന്നത് എന്നതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിർബന്ധിക്കുന്നത് അവസാനിപ്പിച്ചു. അവസാനം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് താമസം ഷാമിലേക്ക് മാറ്റിയ ഘട്ടത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും കൂട്ടരും ഷാമിലെത്തുന്നുണ്ട്. ഷാമിലെത്തുമ്പോ അവിടെ പള്ളിയിൽ ബിലാലുണ്ട്. അപ്പൊ സഹാബാക്കളൊക്കെ കൂടെയുണ്ട്. സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ട്, അങ്ങൊന്ന് ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറയണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് നിർബന്ധിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറയുന്നു, ബിലാൽ, അങ്ങ് ബാങ്ക് കൊടുക്കണം. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ഠമിടറി എന്ന് മാത്രമല്ല, ആ സദസ്സ് ഒന്നിച്ച് കരഞ്ഞു. ചരിത്രം പറയുന്നത് ഏറ്റവും കരഞ്ഞത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അവർ അള്ളാഹുവിന്റെ റസൂൽ ഓർത്തെടുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അങ്ങനെ ഒരു റസൂലുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാറ്റിലും മുകളിൽ വെക്കുന്ന ഒരു റസൂൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മുടെ ജീവിതം കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടതാണ്, നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? ഹബീബ് ബിൻ സയ്യിദ് എന്ന് പറയുന്ന ഉമ്മ അമ്മാറയുടെ മോനാണ്. നേരത്തെ ഉഹുദിൽ ജീവിതം കൊണ്ട് പ്രവാചകനെ പ്രതിരോധിച്ച ഉമ്മ അമ്മാറയുടെ മകൻ. അങ്ങനെ ഹബീബ് ബിൻ സയ്യിദ് ഒരു ഘട്ടത്തിൽ മുസൈലിമത്ത് ബിൻ കദ്ദാബ് എന്ന് പറയുന്ന പ്രവാചകത്വം വാദിച്ച ഒരുത്തനുണ്ടായിരുന്നു. ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അയാൾ റസൂൽ ഒരു കത്ത് എഴുതുകയാണ്. 2 ദൂതന്മാരുടെ കയ്യിലാണ് കത്ത് കൊടുത്തു വിടുന്നത്. കത്ത് രസമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനായ മുസൈലിമ അള്ളാഹുവിന്റെ മറ്റൊരു പ്രവാചകനായ മുഹമ്മദിന് എഴുതുന്ന കത്ത്. അങ്ങും പ്രവാചകനാണ്, ഞാനും പ്രവാചകനാണ്. അതുകൊണ്ട് അങ്ങ് മാത്രം അറേബ്യയെ അടക്കി ഭരിക്കരുത്. രണ്ടുപേരും പകുത്ത് വെച്ച്, രണ്ടുപേരും ഒരുമിച്ചാണ് അത് ചെയ്യേണ്ടത്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കത്ത് വാങ്ങിയിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനായ റസൂൽ കള്ളനായ മുസൈലിമക്ക് എഴുതുന്ന കത്ത് എന്നാണ്. 2 ദൂതന്മാരെ തിരിച്ചുവിടുന്നുണ്ട്. കാരണം
ദൂതന്മാരെ വധിക്കുന്നത് അന്നത്തെ രാജ്യമര്യാദക്ക് നിരക്കുന്നതല്ല. 2 ദൂതന്മാരെയും ആ കത്ത് കൊടുത്ത് തിരിച്ചുവിട്ടു. പലതവണ പല സ്വഭാവത്തിൽ പല രീതിയിൽ പ്രകോപനങ്ങൾ വീണ്ടും മുസൈലിമയിൽ നിന്നുണ്ടായി. അവസാനം കത്തുമായിട്ട് വിടുന്നത് മഹാനായ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹുവിനെയാണ്. ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ കത്തുമായി മലമടക്കുകൾ താണ്ടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഈ ഗോത്രത്തിൽ എത്തുന്നുണ്ട്. എത്തിയ ഘട്ടത്തിൽ ആ കത്ത് കൊടുക്കുന്നുണ്ട്. കത്ത് കണ്ടപ്പോൾ മുസൈലിമക്ക് കലികയറി അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസമാണ് ദർബാറിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? മുസൈലിമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? മറുപടി പറഞ്ഞാൽ എന്താണ് ശിക്ഷ എന്ന് ശരിക്കും ഈ പറയുന്ന ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹുവിനെ അറിയാം. അദ്ദേഹം പറഞ്ഞു, അത് കേൾക്കാൻ എൻ്റെ കാതുകൾ ബധിരമാണ്. മറുപടി എത്ര സുന്ദരമാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത് കേൾക്കാൻ എൻ്റെ കാതുകൾ ബധിരമാണ്. മറുപടി എന്നിട്ടല്ലേ അങ്ങയുടെ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നത്? എന്നിട്ടല്ലേ അങ്ങയുടെ ചോദ്യം കേൾക്കാൻ പോലും എൻ്റെ കാതുകൾ ബധിരമാണ്. അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിൽ കിങ്കരന്മാരോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ അരിഞ്ഞു വീഴ്ത്തുക എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. ഇടക്കിടക്ക് രാജാവ് ആവർത്തിക്കുന്നുണ്ട്, അല്ല മുസൈലിമ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. ചരിത്രം പറയുന്നത് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹുവിന്റെ ശരീരത്തിന്റെ പാതി ഭാഗം അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ ഭൂമിയിൽ കിടന്ന് തുള്ളുന്നു, രക്തം ചാലിട്ടൊഴുകുന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഷഹീദായി. ഉമ്മ അമ്മാറയുടെ അടുക്കൽ വിവരം വന്നു, അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രൻ മുസൈലിമയുടെ കൈകളാൽ ക്രൂരമായി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അവർ പറയുന്നുണ്ട്, ഞാൻ അവനെ വളർത്തിയത് അതിനു വേണ്ടി തന്നെയാണ് എന്ന്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ സ്നേഹം എന്ന് പറയുന്നത്, പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ജീവിതം കൊടുത്ത് നമുക്ക് കിട്ടേണ്ടുന്ന ഒന്നാണ്. ജീവിതത്തെക്കാൾ നമ്മൾ വില കൊടുക്കേണ്ട ഒന്നാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അടിമ, വിമോചിക്കപ്പെട്ട അടിമയാണ് എന്നാണ് ചരിത്രം പറയുന്നത്. സൗബാൻ പാവപ്പെട്ടവനാണ്, സാധാരണക്കാരനാണ്. അതും റസൂലിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളൊക്കെ പരിഗണിക്കുന്നതും അവഗണിക്കുന്നതും ആളുടെ മുഖം നോക്കിയിട്ടും ആളുടെ പിറകിലുള്ള ശക്തി നോക്കിയിട്ടൊക്കെയാണ്. മനുഷ്യൻ അങ്ങനെയല്ല, ദീൻ അങ്ങനെയല്ല, റസൂൽ അങ്ങനെയല്ല. ഏറ്റവും നിസ്സാരമെന്ന ആളുകൾ വിചാരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ അന്വേഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വരുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശയുടെ നിഴലാട്ടമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൗബാനോട് ചോദിക്കുന്നുണ്ട്, അല്ല സൗബാൻ, എന്താണ് നിന്റെ മുഖത്ത്? അത് തഗയ്യറ ലൗനഹു വനഹല ജിസ്മഹു യുറഫു ഫീ വജ്ഹിഹിൽ ഹുസ്ൻ. അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, എന്റെ മുഖത്തെ ഭാവമാറ്റത്തിന്റെ കാരണം എന്താണ് സൗബാനെ എന്ന് ചോദിച്ചപ്പോൾ സൗബാൻ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ, എനിക്ക് വേറൊരു ദുഃഖമല്ല, അങ്ങയെ കാണാതിരിക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. അങ്ങയെ കണ്ടുകൊണ്ടേയിരിക്കണം എന്നതെന്റെ ആഗ്രഹമാണ്. അങ്ങയെ കുറച്ചു കാലം കാണാതെയാകുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ആവേശവും ചോരുകയാണ്. മാത്രമല്ല, ഈ ലോകത്തോട് വിട പറഞ്ഞാൽ നാളെ പരലോകത്തെത്തിയാൽ അങ്ങയെ കാണാൻ കഴിയില്ലേ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോവുകയാണ്. കാരണം അങ്ങ് മഹാനാണല്ലോ, ഉയർന്ന ദറജയിലായിരിക്കുമല്ലോ. ഈ പറയപ്പെട്ട സൗബാനൊക്കെ അവിടെ കിട്ടാൻ പോകുന്ന ഇടം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങ് പ്രവാചകന്മാരോടൊപ്പമാണ് സ്വർഗത്തിലുണ്ടാവുക. ഞാനൊക്കെ താഴെ പടിയിലല്ലേ ഉണ്ടാവുക എന്ന് പറയുമ്പോ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ച ആയത്താണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്ശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. തീർച്ചയായിട്ടും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നവർ അവർ തീർച്ചയായിട്ടും നാളെ അല്ലാഹുവിന്റെ അടുക്കൽ അനുഗ്രഹീതരോടൊപ്പമാണ്.
ശുഹദാക്കളോടൊപ്പമാണ്, പ്രവാചകന്മാരോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാണ്. എത്ര നല്ല കൂട്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോട് മുഹബ്ബത്തുള്ളവരാണെങ്കിൽ ആ മുഹബ്ബത്തുള്ളവർ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പമാണ് നാളെ അവന്റെ സ്വർഗീയാരാമത്തിൽ എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രവാചകനോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്ന ജീവിതം കൊണ്ടാണ് ഉണ്ടാകേണ്ടത്. എൻ്റെ ജീവിതത്തിൽ റസൂലില്ലാതെ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ റസൂലില്ലാതെ, എൻ്റെ വേഷവിധാനങ്ങളിൽ എൻ്റെ റസൂലില്ലാതെ, എൻ്റെ ഭക്ഷണ കാര്യങ്ങളിൽ എൻ്റെ റസൂലില്ലാതെ, എൻ്റെ വീട് വെക്കുന്നിടത്ത് എൻ്റെ റസൂലില്ലാതെ, എൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട എൻ്റെ സ്വപ്നങ്ങളിൽ, താലോലിക്കുന്ന സ്വപ്നങ്ങളിൽ എൻ്റെ റസൂലിന് ഇടമില്ലാതെ, എൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ എനിക്ക് റസൂലിനൊരിടവുമില്ലാതെ ഞാൻ എൻ്റെ റസൂലിനോട് സ്നേഹമുള്ളവനാണെന്ന് പറയുന്നത് പ്രവാചകനോടുള്ള പരിഹാസമാണ്, റസൂലിനോടുള്ള പരിഹാസമാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന സന്ദർഭമുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, എനിക്ക് റസൂലെ അങ്ങേ ഇഷ്ടാണ്, അതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്നോടാണ്. അത് കഴിഞ്ഞ് എത്രമാത്രം റസൂലിനെ ഉമർ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. റസൂലുള്ള വഫാത്താകുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. ആദ്യത്തെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വിയോഗം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. റസൂലുള്ള വഫാത്താകെ, കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റസൂലാണ് തണല്. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ചരിത്രം പല രീതിയിൽ പറയുന്നുണ്ട്. മൻ ഖാല അന്ന മുഹമ്മദൻ മാത ഖതൽതുഹു ബിസൈഫി ഹാദാ, ആരെങ്കിലും റസൂൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞു എന്നാ. മാത്രമല്ല ചിലർ പറഞ്ഞു ഇന്നമ റഫഅ ഇല സമായി കമാ റഫഅ ഈസ, അള്ളാഹിന്റെ അടുത്തേക്ക് പോയതാണ്, ഏട് വാങ്ങാൻ പോയതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിയോഗം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സമയമെടുത്തു എന്നാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നു നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ അത്ഭുത സ്തബ്ധരായി നിൽക്കുന്ന ഘട്ടമാണ്. ഉമർ എന്ന് പറയുന്ന അവരവലംബിക്കുന്ന ധീരനായ വ്യക്തിക്ക് പോലും അദ്ദേഹത്തിന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു സന്ദർഭമാണ്. സിദ്ദീഖുൽ അക്ബർ വന്നിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള പുതപ്പ് നീക്കിയിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുടുചുംബനം കൊടുത്തു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ഇന്നഹു മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെ ഇബാദത്ത് ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. നിങ്ങൾ ഇബാദത്ത് ചെയ്തത് ആരാധിച്ചത് മുഹമ്മദിനാണെങ്കിൽ മുഹമ്മദ് അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചത് എങ്കിൽ അല്ലാഹ് എന്നെന്നും ജീവിക്കുന്നവനാണ്, മരിക്കാത്തവനാണ്. എന്നിട്ട് ഉഹദ് യുദ്ധത്തിൽ പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്ന ഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആയത്ത് സിദ്ദീഖുൽ അക്ബർ ഓതി. ആയത്ത് ഇപ്രകാരമാണ്, ഇത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞു വന്ന പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ്. അഫ ഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഖാബിക്കും, അദ്ദേഹം വധിക്കപ്പെടുകയോ മരണപ്പെട്ടു എന്ന് കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ? വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യുദറല്ലാഹ ശൈആ, അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞാൽ അല്ലാഹുവിന് ഒരു ഉപദ്രവവും ഏൽപ്പിക്കുക സാധ്യമല്ല. വസയജില്ലാഹു ശാകിരീൻ എന്ന ഖുർആൻ ആയത്ത് ഓതി. അത് പറഞ്ഞപ്പോ ആ ആയത്ത് ഓതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അത്രമാത്രം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ പ്രവാചകനോടുള്ള മുഹബ്ബത്ത് പ്രവാചകന് മുമ്പിൽ സമർപ്പിക്കലാണ്, കരുതിവെപ്പില്ലാത്ത സമർപ്പണമാണ്. ജീവിതത്തിന്റെ പ്രകാശമായി പ്രവാചകൻ ഉണ്ടാകലാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഓതിയല്ലോ, യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. എൻ്റെ ജീവിതത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന വിളക്കായിട്ട് എൻ്റെ റസൂൽ ഉണ്ടാവുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്ത്. പ്രവാചകനുള്ള സ്നേഹത്തിൻ്റെ വില ജീവിതമാണ്. ഞാൻ പറയാം, ഇപ്പം ഏറ്റവും കൂടുതൽ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആരാന്ന് വെച്ചാൽ ഗസയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ്. അവരോട് ആരുമില്ല. അവര് കൂടെ ഉള്ളത് അള്ളയാണ്.
അവരുടെ കൂടെയുള്ള റസൂലാണ്. ഒരു രാജ്യം അവരുടെ കൂടെയില്ല, ഒരു ജനതയും അവരുടെ കൂടെയില്ല, ഒരു ഭരണകൂടവും അവരുടെ കൂടെയില്ല. പിന്നെ എന്താണ് അവർ പൊരുതുന്നതിൻ്റെ മോട്ടീവ്? അവർ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ടാ, അള്ളാഹുവിലുള്ള ഇസ്തിഖാമത്തുകൊണ്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യ അവർ പിന്തുടരുന്നത് കൊണ്ടാണ്. എല്ലാറ്റിനേക്കാളും കൂടുതൽ അവർ റസൂലിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ജീവരക്തം കൊണ്ടാണ് അവർ റസൂലിനോടുള്ള ഹുബ്ബുർ റസൂൽ പ്രകടിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്ന തിരുചര്യ വിശുദ്ധ ഖുർആൻ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഗസ്സ നമ്മുടെ മുമ്പിൽ സ്വന്തം രക്തം കൊണ്ട് അവർ സത്യത്തിൻ്റെ സാക്ഷ്യം രക്തസാക്ഷ്യമായി നിർവഹിക്കുമ്പോൾ, നമ്മൾ ഈ ഹക്ക് കൊണ്ട് സത്യത്തിൻ്റെ സാക്ഷ്യം നിർവഹിക്കുമ്പോഴാണ് നമ്മൾ റസൂലിനോട് മുഹബ്ബത്തുള്ളവരായി മാറുക. അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് റസൂലിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കുലിങ്കാന അബാവുക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെക്കാൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെക്കാൾ, നിങ്ങൾ നഷ്ടം ഭയപ്പെടും, നിങ്ങൾ ഏറ്റവും പരിഗണന കൊടുക്കുന്ന നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, മസാക്കിന് തർളൗനഹ, നിങ്ങളുടെ വീടിനേക്കാൾ. നമുക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു സമാധാന, വീടിനേക്കാൾ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. അള്ളാന്റെ റസൂലും അള്ളാന്റെ റസൂലിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂലാന്ന്. ഇത് ഖുർആനാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞ എന്താണ്? അങ്ങനെ നിങ്ങൾക്ക് അത് ആവുന്നില്ലെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അള്ളാന്റെ കൽപ്പന നിങ്ങൾ പ്രതീക്ഷിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫാസിഖീങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കൂലാന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സിമ്പിളായി റബീഉൽ അവ്വൽ വരുമ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മദഹ് പറഞ്ഞ് പ്രവാചകനോടുള്ള മുഹബ്ബത്തിൻ്റെ ഒരുപാട് സന്തോഷ പെരുമഴ പെയ്താലും നമ്മുടെ ജീവിതം എവിടെ എന്നുള്ളിടത്താണ് റസൂലുള്ളാഹിയുടെ മുഹബ്ബത്ത് എത്ര എന്ന് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ സ്വന്തം ജീവിതത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരച്ചു കാണിച്ച വഴിയിലൂടെ തിരിച്ചുവിടാൻ കഴിയുമ്പോഴാണ് ഹുബ്ബുർ റസൂൽ പൂർത്തിയാകുക. പടച്ച റബ്ബ് അത്തരത്തിൽ പ്രവാചകൻ പറഞ്ഞില്ലേ, ഖുർആൻ പറഞ്ഞില്ലേ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ ഉണ്ടാവും. അത്തരം സൗബാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.